വയനാട് കൽപ്പറ്റ പെരുന്തട്ടയിൽ വീണ്ടും പുലിയുടെ ആക്രമണം. പെരുന്തട്ട സ്വദേശി ഷൺമുഖന്റെ പശുവിനെയാണ് പുലി കൊന്നത്. വിവരങ്ങളുമായി അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണം, ഒപ്പം തന്നെ ഇപ്പോൾ പെരുന്തട്ടയിൽ, വയനാട് കൽപ്പറ്റ പെരുന്തട്ടയിൽ പുലിയുടെ ആക്രമണം എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? നിലവിൽ അവിടെ ദൗത്യസംഘം കടുവയെ പിടികൂടുന്നതിനായുണ്ട്. എന്തെങ്കിലും പുതിയ വിവരങ്ങൾ വനംവകുപ്പ് പങ്കുവയ്ക്കുന്നുണ്ടോ? കൽപ്പറ്റ പെരുന്തട്ട എന്ന് പറയുന്നത് കൽപ്പറ്റ നഗരത്തോട് ചേർന്നിട്ടുള്ള ഒരു എസ്റ്റേറ്റ് പ്രദേശമാണ്. ഇവിടെയാണ് ഇപ്പോൾ കടുവയുടെ ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നത്. എന്നാൽ പുലിയാണോ കടുവയാണോ എന്ന കാര്യത്തിൽ വനംവകുപ്പിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. നേരത്തെ കടുവയുടെയും പുലിയുടെയും സാന്നിധ്യം സ്ഥിരീകരിച്ച ഒരു സ്ഥലമാണ് ഈ പെരുന്തട്ട എസ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏത് വന്യമൃഗമാണ് പശുക്കിടാവിനെ ആക്രമിച്ചത് എന്നത് സംബന്ധിച്ചൊരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തെത്തി അത്തരം പരിശോധനകൾ നടത്തുകയാണ്. സ്വാഭാവികമായും കടുവയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. ആ രീതിയിൽ പമ്മാർക്കോ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ പെട്ടെന്ന് തന്നെ വനവകുപ്പിന് ശേഖരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഏത് മൃഗമാണ് ആക്രമിച്ചെന്ന കാര്യത്തിൽ പെട്ടെന്നുള്ള സ്ഥിരീകരണം ലഭ്യമാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ പ്രദേശം നേരത്തെ തന്നെ കടുവയുടെ ആശങ്ക ഉള്ളതിനാൽ, കടുവയുടെ സാന്നിധ്യം സംബന്ധിച്ചുള്ള സ്ഥിരീകരണം നേരത്തെ തന്നെ ഉള്ളതിനാൽ അതാണ് അല്പം ഈ നാട്ടുകാരെ ആശങ്കയിലാക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെയും കടുവയുടെ ആക്രമണത്തിൽ ഇവിടെ പെരുന്തട്ട എന്ന് പറയുന്നത് വനമേഖലയാണോ പ്ലാന്റേഷൻ മേഖലയാണോ? പ്ലാന്റേഷൻ മേഖലയാണ്. വനത്തോട് ഒട്ടേറെ ദൂരമുള്ള മേഖലയാണ്. കൽപ്പറ്റ നഗരത്തോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. എന്നാൽ ഇവിടെ കടുവയുടെ സാന്നിധ്യം സംബന്ധിച്ചുള്ള നേരത്തെ തന്നെ സ്ഥിരീകരണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വൈത്തിരി ലക്കിടി വനമേഖലയോടും അതോടൊപ്പം തന്നെ ചെമ്പ്ര പീക്കിനോട് ചേർന്നിട്ടുള്ള തേയിലത്തോട്ട മേഖലയോടും എല്ലാം ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ചെമ്പ്ര മേഖലയിലുള്ള കടുവകളുടെ സാന്നിധ്യം ഇവിടെയെല്ലാം നേരത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താമരശ്ശേരി മേഖലയിൽ നിന്ന് എത്തിയ ചില കടുവകളുടെ സാന്നിധ്യം സംബന്ധിച്ച് നേരത്തെ ഇന്ന് ഈ പശുവിനെ ആക്രമിച്ചത് പുലി തന്നെയാണ് എന്നുള്ളത് വനം വകുപ്പ് വ്യക്തത വരുത്തിയിട്ടുണ്ടോ, അതോ കടുവയാണോ? എന്താണ് ഈ ഏത് വന്യമൃഗമാണ് ആക്രമിച്ചതെന്നത് സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെയില്ല. പുലിയുടെയും കടുവയുടെയും സാന്നിധ്യം സ്ഥിരീകരിച്ച സ്ഥലത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പെരുന്തട്ട സ്വദേശിയായ ഒരു ഷൺമുഖൻ എന്ന് പറയുന്ന ആളുടെ പശു കിടാവിനെയാണ് ഈ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ശരീരം പാതി ഭക്ഷിച്ച നിലയിലുമാണ്, അല്പം ഭക്ഷിച്ച നിലയിലുമാണ്. അതാണ് ഇതൊരു കടുവയായിരിക്കാം എന്നൊരു സൂചന ഉള്ളത്. ഏതായാലും ഔദ്യോഗിക സ്ഥിരീകരണം വരണം. മറ്റ് കാര്യങ്ങളെല്ലാം വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ആ വിവരങ്ങൾ വരേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തെത്തി ഇത് സംബന്ധിച്ച് വന്യമൃഗത്തിന്റെ സാന്നിധ്യം സംബന്ധിച്ചുള്ള പരിശോധനകൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് വളരെ പരന്നു കിടക്കുന്ന ഒരു തോട്ടം മേഖലയാണ്. തേയിലത്തോട്ടങ്ങൾ മാത്രമല്ല, ആ വിധത്തിൽ കാടുകൂടിയ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുണ്ട്. ചെമ്പ്രയും അതോടൊപ്പം തന്നെ ലക്കിടി മേഖല വനമേഖലയും ഒക്കെ ആയി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം. ഇന്നലെ ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയ ഈ രാധ എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ പഞ്ചാരക്കൊല്ലി മേഖലയിലും നിന്ന് ഈ പെരുന്തട്ടയിലേക്ക് എത്ര ദൂരമുണ്ട്? ഇത് രണ്ട് സ്ഥലങ്ങളാണ്. കൽപ്പറ്റ എന്ന് പറയുന്നത് കൽപ്പറ്റയിൽ നിന്ന് ഏതാണ്ട് 40 കിലോമീറ്റർ അകലെയാണ് ഈ പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്നത്. 50 കിലോമീറ്ററോളം അകലെയാണ്. രണ്ട് സ്ഥലങ്ങളാണ്. ഏതായാലും നേരത്തെ തന്നെ കടുവയുടെ സാന്നിധ്യം ഈ പെരുന്തട്ടയിലും ഉണ്ടായിരുന്നു. അതോടൊപ്പം ഈ ഇപ്പോൾ നമ്മൾ പറയുന്ന പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിൽ അവിടെ ഈ കടുവയുടെ സാന്നിധ്യമുണ്ട്. ഈ വിധത്തിൽ വനയോര മേഖലകളിലെല്ലാം ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം പൊതുവിലൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നിലവിൽ തന്നെ ഇപ്പോൾ പുൽപ്പള്ളി വലയാൽ ഭാഗത്ത് ഒരു കടുവയുടെ സാന്നിധ്യം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നിരുന്നു. അതോട് ചേർന്ന് ഇപ്പോൾ പഞ്ചാരക്കൊടിയിലെ ദൗത്യം, പിന്നീട് ഇപ്പോൾ ഈ പെരുന്തട്ട, അതോടൊപ്പം തന്നെ നൂൽപ്പുഴ ഭാഗങ്ങളിൽ ചില സ്ഥലങ്ങളിൽ കടുവയുടെ സാന്നിധ്യം സംബന്ധിച്ച് നാട്ടുകാർ. ശരി, അനൂപാണ് വിവരങ്ങൾ നൽകിയ.